100 ചോദ്യങ്ങളിൽ ഒരൊറ്റ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യമായിരുന്നു ആ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. യെസ്, അത് കിട്ടിയോ? ടൈപ്പിസ്റ്റുകാര് ഇവിടെയുള്ള ആളുകളൊന്ന് കമന്റ് ചെയ്യൂ. ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഒരു വില എന്ന് പറയുന്നത് ചിലപ്പോ കൂടുതലായിരിക്കും. പണ്ട് ഇതുപോലെ ഒരു പരീക്ഷയില്, ടൈപ്പിസ്റ്റിന്റെ തന്നെ പരീക്ഷയില് അന്ന് 2 മാർക്ക് ഉണ്ടായിരുന്നു. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അത് റാങ്കിന് കാരണമായി എന്ന് പറഞ്ഞിട്ട് വരെ ജോലി കിട്ടിയ ഒരാള് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ. നമ്മള് ചെറിയ മാർക്കാണെന്നുണ്ടെങ്കിലും അത് വിധി നിർണയിക്കുന്ന കാര്യങ്ങളായേക്കാം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മാർക്ക് ആവട്ടെ ഇന്നലെ നിങ്ങൾക്ക് കിട്ടിയ കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു മാർക്ക്. ടൈപ്പിസ്റ്റുകാരോടാണ് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന മറ്റു പരീക്ഷക്കാർക്ക്, ലോങ് ടേം പരീക്ഷക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടേമിൽ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകാം. 2024 2020 വേൾഡ് കപ്പ് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? 2024 2020 വേൾഡ് കപ്പിൽ മാൻ ഓഫ് ദ മാച്ച് ആരായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ആരാ മാൻ ഓഫ് ദ മാച്ച്? മാൻ ഓഫ് ദ മാച്ച് ആരായിരുന്നു? 2024 2020 ലോകകപ്പ് ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. വിരാട് കോഹ്ലി ആയിരുന്നു അല്ലെ? യെസ്, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ, എനിക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ പോകുന്നത്. അതിൽ നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് പോകാറുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് പോകാറുണ്ട്. കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് 6.5 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇതിൽ പല വിഭാഗക്കാരായ ആളുകളുണ്ട് അല്ലെ. ജനറൽ PSC ലോങ് ടേമിൽ പഠിച്ച് പോകുന്ന ആളുകളുണ്ട്. പിന്നെ കുറച്ച് കുട്ടികള് നമ്മളെ ഒക്ടോബർ 25-നും മറ്റുമായിട്ട് 10th കുറച്ച് പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ എഴുതുന്ന ആളുകളുണ്ട് ഇല്ലേ? ഉള്ളവരൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. കുറച്ചു പേരേ ഉള്ളൂ. ഓക്കെ, 10th പ്രിലിംസിന്റെയും മെയിൻസിന്റെയൊക്കെ ക്ലാസ്സുകളെ പിന്നെ ഫോളോ ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ 25-ാം തീയതി നമുക്ക് എന്തുണ്ട്, ഒരു പരീക്ഷയുണ്ട്. ഓക്കെ, ഒക്ടോബർ 25-ന് ഒരു 10th പ്രിലിംസിന്റെ പരീക്ഷയുണ്ട്. സാറ്റർഡേ എക്സാം ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അതിനെയൊക്കെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഒരു സ്പെഷ്യൽ സെഷൻ ആണ്, മിക്സഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ്. നവംബർ 1-ാം തീയതി മുതൽ പ്യുവർലി കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, VFA, BFO, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, LPUP, തുടർന്ന് അങ്ങോട്ടുള്ള ലോങ് ടേം പരീക്ഷകൾക്ക് വേണ്ടി ആദ്യം മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സീരീസ് നമ്മൾ നവംബർ 1-ാം തീയതി മുതലേ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആർക്കാണ് ആവശ്യമുള്ളത് എക്സാമിന്റെ റെലവെന്റ് ആയ ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളെ നമ്മൾ പോവുക കേട്ടോ. അതങ്ങനെ നിങ്ങളുടെ ബാച്ചിന്റെ വാലിഡിറ്റി വരെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ആവശ്യമുള്ള എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലൈവായിട്ടുണ്ടാവും. നിങ്ങളുടെ വാലിഡിറ്റി തീരുന്നത് വരെ റെക്കോർഡഡ് ആയിട്ടും അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മിക്സഡ് ചോദ്യങ്ങളിലേക്ക് പോകാം. 25-നൊക്കെ പരീക്ഷയുള്ള ആളുകളുണ്ട്. കുറേയധികം മിക്സഡ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2025-ൽ പ്രഥമ ഭാരതീയ വിദ്യാ കീർത്തി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഭാരതീയ വിദ്യാ കീർത്തി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാച്ചുകളിലൊക്കെ നിങ്ങൾ ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ. ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഒക്കെ മറ്റു ബാച്ചുകൾ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പ്രഥമ ഭാരതീയ വിദ്യാ കീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2025-ലെ പ്രഥമ ഭാരതീയ വിദ്യാ കീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, ശ്രീകുമാരൻ തമ്പിക്കാണ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു വെക്കാം. ഓപ്ഷൻ C ആണ് അവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പേരെന്താണ്? വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ? അവിടെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ, ഓപ്പറേഷൻ ബ്രഹ്മ. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം B, 2B അങ്ങനെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ കാണുമ്പോൾ കേട്ടോ. അടുത്ത ചോദ്യം, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 നേടിയ വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം.
59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? വുമൺ പ്രിസൺ ഓഫീസർ വിളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ടൈപ്പിസ്റ്റ് ബാച്ചിൽ അതിന്റെ ക്ലാസ്സുകളില്ല, SPCAD ബാച്ചിലും അതിന്റെ ക്ലാസ്സുകളില്ല. അത് നമ്മുടെ കൂടെ ബാച്ചിൽ, ജനറൽ ബാച്ചിലാണ് അതിന്റെ ക്ലാസ്സുകളൊക്കെ. നമ്മളിപ്പോ ലോങ് ടേമിൽ പഠിച്ചു തുടങ്ങുന്ന ബാച്ചുകളൊക്കെ കൂടെ ബാച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ഭാഷയിലെ സാഹിത്യകാരനാണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഹിന്ദി സാഹിത്യകാരനാണ്, ഹിന്ദി ഭാഷയിലെ സാഹിത്യകാരനാണ്. ഇനി 2025 പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാന്നറിയാമോ? 25 പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ച വ്യക്തി ഡോക്ടർ നാരായണൻ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഡോക്ടർ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് 2025 പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ച വ്യക്തി എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇനി 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? അനോറ, ദ ബ്രൂട്ടലിസ്റ്റ്, ഐ ആം സ്റ്റിൽ ഹിയർ, ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ക്ലാസ് കഴിഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതിനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാടാ? ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ചിത്രമാണ് കേട്ടോ. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ചിത്രമാണ്. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. 97ാമത് ഓസ്കാർ അവാർഡിൽ എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 97ാമത് ഓസ്കാർ അവാർഡിൽ എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് കീരൻ കൽക്കിൻ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. കീരൻ കൽക്കിൻ അല്ലെ, കീരൻ കൽക്കിൻ ആണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. 97ാമത് ഓസ്കാർ അവാർഡിൽ എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കീരൻ കൽക്കിൻ എന്ന് നോട്ട് ചെയ്തു വെക്കാം. 2025 തദ്ദേശ പുരസ്കാരങ്ങൾ പ്രകാരം മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, തദ്ദേശ ഭരണ പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ടല്ലോ അല്ലെ. 2025 തദ്ദേശ പുരസ്കാരങ്ങൾ പ്രകാരം മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഗ്രാമപഞ്ചായത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഗ്രാമപഞ്ചായത്താണ്? വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ്. യെസ്, ഓക്കെ. അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമായിരുന്നു, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂരാണ്, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്, മികച്ച നഗരസഭ ഗുരുവായൂരാണ് എന്നുകൂടി എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂരാണ്, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്, മികച്ച നഗരസഭ ഗുരുവായൂരാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സാഹിത്യ നിരൂപകനായ KP ശങ്കരന് 2025 ലഭിച്ച പുരസ്കാരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് പുരസ്കാരമാണ് 2025 ലഭിച്ചത്? നിശാഗന്ധി പുരസ്കാരമാണോ, പൂർണ്ണ പുരസ്കാരമാണോ, ജ്ഞാനപ്പാന പുരസ്കാരമാണോ, സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരമാണോ? സാഹിത്യ നിരൂപകനായ KP ശങ്കരന് 2025 ലഭിച്ച പുരസ്കാരം ഏതാണ്? KP ശങ്കരന് 2025 ലഭിച്ച പുരസ്കാരം ഏതാണ്? യെസ്, അത് ജ്ഞാനപ്പാന പുരസ്കാരമാണ് കേട്ടോ. ജ്ഞാനപ്പാന പുരസ്കാരമാണ്. സാഹിത്യ നിരൂപകനായ KP ശങ്കരന് 2025 ലഭിച്ച പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരമാണ് കേട്ടോ. ജ്ഞാനപ്പാന പുരസ്കാരമാണ്. 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ 10th പ്രിലിംസ് മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഈ മാസം നടക്കുന്ന പരീക്ഷയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാ, മൈക്കി മാഡിസൺ ആണ് കേട്ടോ. മൈക്കി മാഡിസൺ ആണ് 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മൈക്കി മാഡിസനെയാണ് എന്ന് നോട്ട് ചെയ്ത് നോക്കാം. മൈക്കി മാഡിസൺ.
അടുത്ത ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷിന് 2025 ലഭിച്ച പത്മ പുരസ്കാരം ഏതാണ്? പത്മശ്രീ ആണോ, പത്മഭൂഷൺ ആണോ, പത്മവിഭൂഷൺ ആണോ? പത്മ പുരസ്കാരം ഒന്നും ലഭിച്ചിട്ടില്ലേ? എന്താണ് PR ശ്രീജേഷുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് നമുക്ക് പഠിക്കാൻ സാധിക്കാം? യെസ്, അദ്ദേഹത്തിന് പത്മഭൂഷൺ ആണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. പത്മഭൂഷൺ ആണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്ന പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരത്തിന് അർഹനായ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ആരാന്നറിയാമോ? ആരാ? അതെ, ശ്രീമാൻ നാരായണൻ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ശ്രീമൻ നാരായണൻ എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നടന്ന 100ാമത്തെ വിജയകരമായ വിക്ഷേപണം ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് നടത്തിയെന്ന് അറിയാമോ? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നടന്ന 100ാമത്തെ വിജയകരമായ പരീക്ഷണം ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് നടന്നത് എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ചോദ്യം. ഏതാ? യെസ്, GSLV F-15 ആണ് കേട്ടോ. GSLV F-15 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ISROയുടെ 100ാമത്തെ വിജയകരമായ വിക്ഷേപണം നടന്നത്. 2024 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹരായ ഡെമിസ് ഹസാബിസും ജോൺ A ജംബറും ചേർന്ന് 2020 അവതരിപ്പിച്ച പ്രോട്ടീൻ ഘടന നിർവചിക്കുന്ന AI മോഡൽ ഏതാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാലോ? നമ്മൾ പഠിച്ചതാണ്. നോബൽ സമ്മാനങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള നോബൽ സമ്മാനങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2024 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹരായ ഡെമിസ് ഹസാബിസും ജോൺ A ജംബറും ചേർന്ന് 2020 അവതരിപ്പിച്ച പ്രോട്ടീൻ ഘടന പ്രവചിക്കുന്ന AI മോഡൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ ഫോൾഡ് എന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ആൽഫ ഫോൾഡ് 13C. ഇനി 14ാമത്തെ ചോദ്യം. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച മരിയ കൊറീന മച്ചാഡോ ഏത് രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏത് രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? നമ്മൾ പഠിച്ചില്ലേ? വെനിസ്വേല പഠിച്ചിട്ടുണ്ടല്ലേ ഗൗരി? യെസ്, ഓക്കെ, വെനിസ്വേല. 2024 മല്ലഖമ്പ് പരിശീലകൻ എന്ന നിലയിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? മല്ലഖമ്പ് എന്താണെന്ന് അറിയില്ലേ? നമ്മളിങ്ങനെ ഒരുപാട് പേര് അത് തന്നെയല്ലേ? യെസ്, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കേറുന്ന ഒരു കളിയില്ലേ? യെസ്, മല്ലകമ്പ്. അതായത് ഒരു കോല് വെച്ചിട്ട് അതിന്റെ മുകളിൽ ആളുകൾ കേറലും തിരിയലും ഒക്കെ ഉള്ള മല്ലകമ്പ. കണ്ടിട്ടില്ലേ നിങ്ങള്? കാണിക്കണോ ആ ഗെയിമില്? യെസ്, കോലിൽ ഇത് കണ്ടില്ലേ നിങ്ങള്? ഈ ഗെയിം കണ്ടില്ലേ? മനസ്സിലായോ? കണ്ടില്ലേ? യെസ്, ഒരു സ്റ്റിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ജിംനാസ്റ്റിക് പരിപാടിയാണ്. യെസ്, അതിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ഡെ എന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ഡെ എന്ന് നോട്ട് ചെയ്തോ. ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ഡെ ആണ് ആൻസർ. അടുത്ത 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ദിവ്യ ദേശ്മുഖ് പരാജയപ്പെടുത്തിയ താരം ആരാണ്? ദിവ്യ ദേശ്മുഖ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ആരെയെ പരാജയപ്പെടുത്തി? നമ്മുടെ തന്നെ കൊനേരു ഹംപിയെയാണ് പരാജയപ്പെടുത്തിയത്. അത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ? കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തി. അടുത്ത 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സ്ക്വാഷ് താരമാരാണ്? സ്ക്വാഷ് നമ്മുടെ ടെന്നീസ് പോലെ തന്നെ റിട്ടൺ അടിക്കുന്ന ഗെയിമാണ് സ്ക്വാഷ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സ്ക്വാഷ് താരമാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാടാ? ജോഷ്ന ചിന്നപ്പ അല്ലെ? ജോഷ്ന ചിന്നപ്പ എന്നോട് ചെയ്തു നോക്കാം. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ 8.42 മീറ്റർ ദൂരത്തോടെ നിലവിലുള്ള ദേശീയ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള താരം ആരാണ്? ഇന്ത്യൻ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള താരം ആരാണ്? 8.42 മീറ്റർ ദൂരത്തിൽ ചാടി ലോങ് ജമ്പിൽ ആരാ? നമ്മുടെ ജസ്വിൻ ആൽഡ്രിൻ ആണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. നമ്മുടെ മുരളി ശ്രീശങ്കറിലേക്കാണ് നമ്മൾ പോവുക. പക്ഷെ ആൻസർ ജസ്വിൻ ആൽഡ്രിൻ ആണ്
8.42 മീറ്റർ ദൂരത്തോടെ നിലവിലുള്ള ഇന്ത്യൻ ദേശീയ റെക്കോർഡ് കേട്ടോ. ഓക്കെ, ജസ്വിൻ ആൽഡ്രിൻ എന്നോട് ചെയ്തു വെക്കാം കേട്ടോ. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള 2024-25 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നെൽകൃഷി ചെയ്യുന്ന വിസ്തൃതിയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, പഞ്ചാബ്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള 2024-25 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നെൽകൃഷി വ്യാപനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽകൃഷി വ്യാപനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഏതാണ് 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശാണ് നെൽകൃഷി വ്യാപനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ എണ്ണം എത്രയാണ് എന്ന് പറയാമോ? 20ാമത്തെ ചോദ്യമാണ്. ഐ തിങ്ക് 15ാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ എണ്ണം എത്രയാണ്? 452 വോട്ട് കേട്ടോ. 452 വോട്ടാണ് കിട്ടിയത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ 452 അവിടെ, അത് കറക്റ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്ര സർക്കാർ 2025 ഏപ്രിലിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? അധികം ആളുകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഈ പ്രിലിംസ് പരീക്ഷ. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്ര സർക്കാർ 2025 ഏപ്രിലിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? യെസ്, അത് പിങ്ക് ഇ റിക്ഷ പദ്ധതിയാണ് കേട്ടോ. പിങ്ക് ഇ റിക്ഷ പദ്ധതിയാണ്. യെസ്, പിന്നെ ഏപ്രിലിൽ മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പിങ്ക് ഇ റിക്ഷ പദ്ധതിയാണ് എന്നോട് ചെയ്തു വെക്കാം കേട്ടോ. 21D ആണ്. അടുത്ത ചോദ്യം, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? ഏഷ്യ കപ്പ് ഇപ്പൊ കഴിഞ്ഞു, അതിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആരാണ്? അഭിഷേക് ശർമ്മയാണ്. ടൂർണമെന്റിൽ ഉടനീളം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയാണ് എന്ന് പിടിച്ചോ കേട്ടോ. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പുരസ്കാരമാണ് ഇപ്പൊ 25 കൊടുത്തത് കേട്ടോ. മോഹൻലാൽ, ലലേട്ടൻ. എല്ലാ വർഷവും ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ദേശീയ കായിക ദിനം ആയി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 29-നാണ് കേട്ടോ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തണ്ണീർത്തട ദിനം 2025 പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു. നിലവിൽ റംസാർ സൈറ്റുകൾ 93 ആണോ? രാജ്യത്തെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാട്, 20 എണ്ണം. ശരിയാണോ? 91ാമത് റംസാർ സൈറ്റ് രാജസ്ഥാൻ ഉദയ്പൂരിലെ മെനാർ ആണോ? ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യെസ്, തണ്ണീർത്തട ദിനം 2025 പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു. ശരിയാണോ? ശരിയാണ്. റംസാർ സൈറ്റുകളുടെ എണ്ണം 93 ശരിയാണോ? ശരിയാണ്. എല്ലാം ശരിയാണ് അല്ലെ? യെസ്, ഓക്കെ, എല്ലാം ശരിയാണ്. യെസ്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. 2025 റംസാർ സൈറ്റിലേക്ക് 8 പുതിയ സൈറ്റുകൾ കൂടി വന്നു. 86 ശക്കരക്കോട്ടൈ, 87 തേർത്തങ്കൽ, 88 കേച്ചിയോ പൽരി സിക്കിമിലാണ്, ജാർഖണ്ഡിലെ ഉദുവ തടാകം, പിന്നെ കിച്ചൻ, ഓക്കെ, ഫലോഡിയിലെ കിച്ചൻ, രാജസ്ഥാനിലെ ഫലോഡിയിലെ കിച്ചൻ. 91ാമത് രാജസ്ഥാൻ ഉദയ്പൂരിലെ മെനാർ. ഓക്കെ, ഏറ്റവും അവസാനമായി വന്നത് ബീഹാറിലെ ഗോകുൽ ജലാശയ് ആണ്. തണ്ണീർത്തടമാണ് എന്നുള്ള പോയിന്റ് കൂടി നോട്ട് ചെയ്തു വെക്കാം. 93ാമത്തെ കൂടെ വന്നിട്ടുണ്ട് അല്ലെ, ഉദയ്പൂർ. യെസ്, ഉദയ്പൂർ ഝീൽ വെസ്റ്റ് ചമ്പാരനിലുള്ള, ബീഹാറിലെ വെസ്റ്റ് ചമ്പാരനിലുള്ള ഉദയ്പൂർ ഝീലാണ് ഏറ്റവും അവസാനമായി വന്നത്. 93 റംസാർ സൈറ്റ് ആണ് ഇപ്പൊ ടോട്ടലി ഉള്ളത് കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ? നെക്സ്റ്റ് വേറൊരു പോയിന്റ് കൂടെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം.
ഓക്കെ, അടുത്ത ചോദ്യം 2024 പ്രഖ്യാപിച്ച റംസാർ സൈറ്റ് കൂടി നിങ്ങൾക്ക് PDF ഉണ്ട്, അത് പോട്ടെ. ഓക്കെ, വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ 2025? 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ തീം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ തീം ഫോർ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ 2025? എന്താണ്? യെസ്, പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് കേട്ടോ. പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് 2025 തണ്ണീർത്തട ദിനത്തിന്റെ സന്ദേശം എന്ന പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കറിയാം തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. തണ്ണീർത്തട ദിനം 2025 പ്രമേയമാണ് നമ്മളിപ്പോ പറഞ്ഞത്, പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. തണ്ണീർത്തട ദിനം 2024 പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതായിരുന്നു. 23 പ്രമേയമാണെങ്കിൽ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നുള്ളതായിരുന്നു എന്നുകൂടി അവിടെ കൂട്ടിച്ചേർക്കാം. യെസ്, ഓക്കെ, 22 കൂടി വേണമെങ്കിൽ നോക്കാം. വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ 25, 24 പ്രത്യേകമായിട്ട് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു പോവുകയും ചെയ്യാം. തണ്ണീർത്തട ദിനം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് PSCയെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത്. സെറ്റ് അല്ലേടാ? യെസ്, 27 ചോദ്യമാണ് ആയത് ഇപ്പോ. ഇനി ബഹുഭാഷാ ഭരണത്തിനായി ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം, ഒരു AI ടൂളാണ് ഭാഷിണി അല്ലെ. ബഹുഭാഷാ ഭരണത്തിനായിട്ട് ഭാഷിണി എന്ന് പറയുന്ന AI സംവിധാനവുമായി ധാരണാപത്രം ഒപ്പുവെച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ്? ടൈപ്പിസ്റ്റിനെ കണക്റ്റഡ് ഫാക്സ് ചെയ്യുമെന്ന് ചോദിച്ചു. ചെയ്യും. നമ്മൾ നവംബർ 1 മുതൽ നമ്മുടെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യ കേസിൽ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ലോങ് ടൈം ബാച്ചിലുള്ള ആളുകൾക്ക് നവംബർ 1-ാം തീയതി മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പൊ ആദ്യത്തെ ക്ലാസ്സുകൾ ഓരോ ടീച്ചേഴ്സും അവരുടെ സബ്ജക്റ്റിൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാം കേട്ടോ. യെസ്, ഏതാണ്? ത്രിപുരയാണ് അങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചത് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ത്രിപുര. അടുത്തത് മലയാള സിനിമാ സംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാള സിനിമാ സംഘടനയായ, യെസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യട്ടെ നമുക്ക്. മലയാള സിനിമാ സംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യും നമ്മൾ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്താൽ തന്നെ നമുക്കൊരു 90 മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് കൃത്യമായിട്ട്, യെസ്, ഓക്കെ, നമ്മളിപ്പോ ചെയ്യുന്നത് ഞായറാഴ്ച ദിവസം ടൈം ടേബിൾ ഇട്ടിട്ട് തിങ്കൾ മുതൽ ശനി വരെ ആ ടൈം ടേബിൾ അനുസരിച്ച് എക്സാം അനുസരിച്ച് പോവല്ലേ. അത് തന്നെ വളരെ പക്കയാണ്, പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അതേ രൂപത്തിൽ തന്നെ നമുക്ക് തുടരാം കേട്ടോ. അപ്പൊ മലയാള സിനിമാ സംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വേത മേനോൻ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? ആരാ? ES പത്മകുമാർ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ES പത്മകുമാർ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ES പത്മകുമാർ. ഓക്കെ, അടുത്ത കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ്: ഷാജി എൻ കരുൺ, പ്രേംകുമാർ, K മധുപാൽ, K മധു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യെസ്, അതെ, K മധു എന്ന് നോട്ട് ചെയ്തു കേട്ടോ. K മധു ആണ് എന്ന് നോട്ട് ചെയ്തു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ K മധു. അടുത്ത ISROയുടെ 11ാമത് ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ക്വസ്റ്റ്യൻ. പത്താമത്തെ ചെയർമാൻ ആയിരുന്നു സോമനാഥ്, ആലപ്പുഴ സ്വദേശി. ആള് മാറി, പാര് വന്നു, V നാരായണൻ വന്നു എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഇനി 2025 ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2025 ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 151 ആണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. 2025 ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151.
ഓക്കെ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് ഇന്ത്യയിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന നീതി ആയോഗിന്റെ സംരംഭം ഏതാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നീതി ആയോഗിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ച സാഹചര്യത്തിൽ ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് ഇന്ത്യയിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന നീതി ആയോഗിന്റെ സംരംഭം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂന്യ കേട്ടോ, ശൂന്യ എന്നുള്ളതാണ് നീതി ആയോഗിന്റെ സംരംഭം. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഉത്തരാഖണ്ഡിനോടൊപ്പം 1-ാം സ്ഥാനം നിലനിർത്തിയ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി ആയോഗിന്റെ 23-24 വികസന ലക്ഷ്യസൂചികയിൽ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഉത്തരാഖണ്ഡിനോടൊപ്പം 1-ാം സ്ഥാനം നിലനിർത്തിയ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് അല്ലെ. 35-ാമത്തെ ചോദ്യം, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഗുഗേഷ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഡി ഗുഗേഷ് എന്ന് നോട്ട് ചെയ്തു നോക്കാം. 2025 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആരാണ്? അയ്യോ, ഉത്തരം അറിയാതെ വന്നുപോയി. പ്രഭാവോ സുബിയാന്തോ കേട്ടോ, അതിനി കമന്റ് ചെയ്യേണ്ട. 2025 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാവോ സുബിയാന്തോ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. യെസ്. അടുത്തത് 2025 പുരുഷന്മാരുടെ IPL കിരീടം നേടിയത് ആരാണ്? 25 IPL കിരീടം നേടിയത് ആരാണ്? ആരാ? 25 IPL കിരീടം നേടിയത് ആരാടാ? യെസ്, വെറൈറ്റി ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 38 B ആണ് അല്ലെ. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? OM ശാലീന എന്ന് നോട്ട് ചെയ്തോ കേട്ടോ, OM ശാലീന. ഇനി ഇന്ത്യയുടെ 52ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാധവ് നാഷണൽ പാർക്ക് ചോദിച്ച ചോദ്യമാണ്. 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഇന്ത്യയുടെ 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ് എന്ന് നോട്ട് ചെയ്തു നോക്കാം. ഇനി 2025 82ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഡ്രാമ വിഭാഗത്തിൽ ബെസ്റ്റ് മോഷൻ പിക്ചർ അവാർഡ് നേടിയ ചലച്ചിത്രം ഏതാണ്? 82ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഡ്രാമ വിഭാഗത്തിൽ ബെസ്റ്റ് മോഷൻ പിക്ചർ അവാർഡ് ലഭിച്ച ചിത്രം ഏതാണ്? യെസ്, 2025 82ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഡ്രാമ വിഭാഗത്തിൽ ബെസ്റ്റ് മോഷൻ പിക്ചർ അവാർഡ് ലഭിച്ച ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് നോട്ട് ചെയ്തോ കേട്ടോ, ദ ബ്രൂട്ടലിസ്റ്റ്. അടുത്ത ചോദ്യം, 2025 പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? 42ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി എം മുകുന്ദൻ അല്ലെ. 42 ചോദ്യം നമ്പർ. അടുത്ത ചോദ്യം, 2024 7ാമത് JCB സാഹിത്യ പുരസ്കാരം നേടിയ കൃതിയും എഴുത്തുകാരനും ഏതൊക്കെയാണ്, ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
2024 7ാമത് JCB സാഹിത്യ പുരസ്കാരം നേടിയ കൃതിയും എഴുത്തുകാരനും ആരാണ്? JCB സാഹിത്യ പുരസ്കാരം നേടിയ കൃതിയും എഴുത്തുകാരനും പെരുമാൾ മുരുകൻ, ബെന്യാമിൻ, ഖാലിദ് ജാവേദ്. ഏതാണ്? ആരാണ്? 24 7ാമത് JCB സാഹിത്യ പുരസ്കാരം നേടിയ കൃതിയും എഴുത്തുകാരനും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, ഉപമന്യു ചാറ്റർജി, ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ഘട്ടത്തിന് ഡേറ്റ് വന്നിട്ടില്ല. 43ാമത് ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ്? 24 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ്? ആരാ? ഹാൻകാങ് എന്നോട് ചെയ്തു കേട്ടോ, ഹാൻകാങ്. ഓക്കെ, ഹാൻകാങ്. അടുത്ത 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, അനസൂയ സെൻഗുപ്ത. 45C ആണ്. യെസ്. ഇനി 46ാമത് ചോദ്യം. 97ാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയായി പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രം ഏതാണ്? 97ാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയായി പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രം ഏതാണ്? യെസ്, ഹിന്ദി ചിത്രം ഏതാണ്? സന്തോഷ് എന്നുള്ളതാണ് ഹിന്ദി ചിത്രം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇനി ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? യെസ്, ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനേഷ് കുമാർ എന്നോട് ചെയ്തു കേട്ടോ, ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനേഷ് കുമാർ എന്നോട് ചെയ്തു നോക്കാം. അടുത്ത ഇന്ത്യയുടെ 25ാമത് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48ാമത്തെ ചോദ്യം അല്ലേ? ഇന്ത്യയുടെ 25ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തികാന്ത ദാസ് ആണ്. 25ാമതാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, 26ാമത് ഗവർണർ ആരാണെന്നുള്ളത് അടുത്ത ചോദ്യമാണ്. തെറ്റിച്ചാ? യെസ്, ആ നമ്പർ നോക്കണേ. റിസർവ് ബാങ്കിന്റെ ഗവർണറൊക്കെ അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. 25ാമതാണ് നേരത്തെ നമ്മുടെ ചോദ്യം. യെസ്, 26ാമത് യെസ് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് സഞ്ജയ് മൽഹോത്ര പറയേണ്ടത്. തെറ്റിച്ചോ? യെസ്. 50ാമത്തെ ചോദ്യം. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഏതാണ്? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹക്കൂട് എന്നോട് ചെയ്തോ കേട്ടോ, സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹക്കൂട് എന്നോട് ചെയ്തോ കേട്ടോ, സ്നേഹക്കൂട്. 50 ചോദ്യങ്ങളായി. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ വരെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു? നമുക്ക് ഒരു 10 ചോദ്യം കൂടെ ചെയ്യാം കേട്ടോ. 60, ഒരു മണിക്കൂറിൽ മാക്സിമം 60 ചോദ്യങ്ങൾ റിലാക്സ് ചെയ്ത് 60 ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവാ. ഉപകാരപ്പെടട്ടെ. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി ആരാണ്? ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കൂടുതൽ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകാം നമുക്ക്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി ആരാണ്? രാമകൃഷ്ണ ശിവസ്വാമി കേട്ടോ, രാമകൃഷ്ണ ശിവസ്വാമിയാണ് 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. യെസ്, എല്ലാരും ഓപ്ഷൻ ബി ആണല്ലോ കമന്റ് ചെയ്യുന്നത്. പദ്ധതികൾ എല്ലാം കൂടി ഒരു ക്ലാസ്
അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പദ്ധതികൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതിയോ? ഇനി ലോങ് ടേമിൽ നമ്മൾ പദ്ധതികൾ ഇനി എടുക്കും കേട്ടോ. ഇവിടെ ആൻസർ രാമകൃഷ്ണൻ ശിവസ്വാമിയാണ്. 24 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവ് ഹാൻ കാങ് രചിച്ച ആദ്യ നോവൽ ഏതാണെന്നറിയാമോ? 24 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവായ ഹാൻ കാങ് രചിച്ച ആദ്യ നോവൽ ഏതാണ്? യെസ്, ബ്ലാക്ക് ഡീർ എന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ബ്ലാക്ക് ഡീർ. അടുത്ത 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? 54ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? കെ അരവിന്ദാക്ഷൻ അല്ലേ? കെ അരവിന്ദാക്ഷനാണ് 54ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ്. കെ അരവിന്ദാക്ഷൻ. യെസ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. 54ാമത് ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷൻ കേട്ടോ. ഇനി വാട്ട് ഈസ് ദ തീം ഓഫ് നാഷണൽ ടൂറിസം ഡേ 2025? 2025 ദേശീയ ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ തീം ഫോർ നാഷണൽ ടൂറിസം ഡേ 2025? 2025 ദേശീയ ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് കേട്ടോ. ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. 54B ആണ്. 55ാമത് അപ്പൊ നാഷണൽ ടൂറിസം ഡേ ജനുവരി 25-നാണ്. ഇന്റർനാഷണൽ ടൂറിസം ഡേ സെപ്റ്റംബർ 27-നാണ്. 2025 നാഷണൽ ടൂറിസം ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പഠിച്ചു വെക്കാം. ഇനി 25 ഇന്റർനാഷണൽ ടൂറിസം ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്റർനാഷണൽ ടൂറിസം ഡേയുടെ തീം കേട്ടോ. ഇനി നാഷണൽ ടൂറിസം ഡേയുടെ തീം എന്താണെന്ന് 24 തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ് എന്നുള്ളതാണ്. കേരള ടൂറിസം മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ PA മുഹമ്മദ് റിയാസ് ആണ് എന്ന പോയിന്റും അവിടെ ഓർത്ത് വെക്കാം. കേരള ടൂറിസം മന്ത്രി. ഇനി കേന്ദ്രത്തിന്റെ ടൂറിസം മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. നമ്മുടെ സുരേഷ് ഗോപി ടൂറിസം സഹമന്ത്രിയാണ്. യെസ്, ടൂറിസം വകുപ്പിന്റെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിദ്യാവതിയാണ് എന്ന പോയിന്റും അവിടെ നിന്ന് കിട്ടും കേട്ടോ. അത്രയും പോയിന്റുകളെ നമ്മൾ അവിടെ കൂട്ടിച്ചേർക്കാം. 25-ലെയും 24-ലെയും തീമുകൾ നാഷണൽ ലെവലിലെ, 25-ലെ ഇന്റർനാഷണൽ ടൂറിസം ഡേയുടെ തീം ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് എന്നുള്ള കാര്യമൊക്കെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കറണ്ട് അഫയേഴ്സിന്റെ മാത്രം ബാച്ച് ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒക്ടോബർ 31-ന് വാലിഡിറ്റി തീരുന്ന കുറെ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ചുകൾ ഉണ്ട്. യെസ്, ഒക്ടോബറിലോട് കൂടിയിട്ട് നമ്മൾ എന്താണ് ഇക്കൊല്ലത്തെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഒരുവിധം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കറണ്ട് അഫയേഴ്സിന്റെ മാത്രം ബാച്ചുകൾ പിന്നെ ഒക്ടോബർ 31-ന് തീരുന്ന ഒരുപാട് ബാച്ചുകൾ ഉണ്ട്. അപ്പൊ 1-ാം തീയതി മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത വർഷം ഡിസംബർ 31 വരെ ഒരു പരീക്ഷയ്ക്കും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട എന്നുള്ള രൂപത്തിലുള്ള ഒരു ബാച്ചാണ്, പുതിയ ബാച്ചാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 1-ാം തീയതി കേട്ടോ. അതിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ചോദ്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കമന്റ് ബോക്സിൽ. ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? യെസ്, ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ്. ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ് ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ച വ്യക്തി എന്ന് നോട്ട് ചെയ്തു നോക്കാം. ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് സ്വദേശിയാണ്. ഒരു മലയാളി ചെക്കനാണ്, ബാലനാണ്. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി. ആരാണത്? ആദിത്യാനീഷ്, സൂര്യനാരായണൻ, ആദിത്യൻ രാജേഷ്, ബെൻ ആന്റണി. ആരാണ് അങ്ങനെ 2 ചിഹ്ന നക്ഷത്രങ്ങളെയൊക്കെ കണ്ടെത്തിയത്? പഠിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? വാർത്തകളിൽ കണ്ടായിരുന്നോ? 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സൂര്യനാരായണൻ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ. 2025-ലെ ONV സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്?
2025 ONV സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആരാ? പ്രഭാവർമ്മ എന്ന് നോട്ട് ചെയ്തു വെക്കാം. 2025 ONV പുരസ്കാരം നേടിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാവർമ്മ എന്ന് നോട്ട് ചെയ്തു വെക്കാം. അടുത്ത കന്നഡ സാഹിത്യകാരി ബാനു മുസ്താഖിന്റെ ഏത് ചെറുകഥാ സമാഹാരത്തിനാണ് ഈ വർഷത്തെ 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്നഡ സാഹിത്യകാരി ബാനു മുസ്താഖിനെയാണ് ഏത് 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത്. ഓക്കെ, ഏത് ചെറുകഥാ സമാഹാരത്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഇപ്പൊ ഡ്രോണുകളാണല്ലേ. യെസ്, ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഭാർഗവാസ്ത്ര എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാർഗവാസ്ത്ര എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഭാർഗവാസ്ത്രയാണ് ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ എന്നുള്ളത് നോട്ട് ചെയ്തു വെക്കാം. ഭാർഗവാസ്ത്ര. അടുത്ത ചോദ്യം, മലയാള സിനിമയിലെ പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നത് ഏത് പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നത് ഏത് പേരിലാണ്? മുഖരാഗം എന്ന പേരിലാണ് കേട്ടോ. മുഖരാഗം എന്ന പേരിലാണ്. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. 2025 ISL കിരീടം ഫൈനലിൽ ബംഗളൂരു FC-യെ തോൽപ്പിച്ച് കിരീടം നേടിയ ഫുട്ബോൾ ടീം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ISL കിരീടം ഫൈനലിൽ ബംഗളൂരു FC-യെ തോൽപ്പിച്ച് കിരീടം നേടിയ ഫുട്ബോൾ ടീം ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ISL ബംഗളൂരിനെ തോൽപ്പിച്ച് ആരാ കപ്പടിച്ചത്? മോഹൻ ബഗാനാണ് കേട്ടോ. ഓക്കെ, യെസ്, മോഹൻ ബഗാനാണ് 2025 ISL കിരീടം ഫൈനലിൽ ബംഗളൂരുവിനെ തോൽപ്പിച്ച് കിരീടം നേടിയ ഫുട്ബോൾ ടീം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ എന്ന് നോട്ട് ചെയ്തു. ഇനി 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? യെസ്, നമ്മൾ നവംബർ 1 തീയതി മുതൽ 2026 പരീക്ഷകൾക്ക് മാത്രമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് ബാച്ച് നവംബർ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ടും ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആയിട്ടും എല്ലാം കറണ്ട് അഫയേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും സകല കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ലോങ് ടേം ബാച്ച് നമ്മളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പൊ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് നോട്ട് ചെയ്തു നോക്കാം. എട്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലെ. 9, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 പ്രകാരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 പ്രകാരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാം? യെസ്, അത് ടൊവിനോ തോമസിനാണ് എന്ന് നോട്ട് ചെയ്തു നോക്കാം. 9ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം, 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രകാരം മികച്ച സംവിധായകയായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ഗീതു മോഹൻദാസ്, ഇന്ദുലക്ഷ്മി, പായൽ കപാടിയ, അഞ്ജലി മേനോൻ. എല്ലാം സ്ത്രീകളാണ്, സംവിധായികമാരാണ് കേട്ടോ. സംവിധായിക കേട്ടോ, അങ്ങനെ നമ്മുടെ കറക്റ്റ് ആവുള്ളൂ. സംവിധായികയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആരെയാണ് മികച്ച സംവിധായികയായി തെരഞ്ഞെടുത്തത് ഫിലിം ക്രിട്ടിക്സ് പ്രകാരം? ഇന്ദുലക്ഷ്മി കേട്ടോ. ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ. നമുക്ക് കൂടുതൽ കണ്ടുപരിചയമുള്ളത് പായൽ കപാടിയാണ്, പക്ഷെ ഇവിടെ ഇന്ദുലക്ഷ്മിയാണ് ആൻസർ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. 10 ചോദ്യങ്ങളിൽ ഒരു 7 ചോദ്യമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കിട്ടിയോ? 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 മികച്ച സിനിമ ഫെമിനിറ്റി ഫാത്തിമ. ഇപ്പൊ നമ്മുടെ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനി അത് ഏറ്റെടുത്തിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം റിലീസ് ചെയ്തിരുന്ന പടം അവാർഡൊക്കെ കിട്ടി, പക്ഷെ ഇപ്പൊ തിയേറ്ററിൽ വന്നിട്ടുണ്ട് അല്ലെ. ഫെമിനിറ്റി ഫാത്തിമ. മികച്ച സംവിധായിക ഇന്ദുലക്ഷ്മി, അപ്പുറം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായികയാണ്. മികച്ച നടനോ? ടൊവിനോ തോമസ്. മികച്ച നടിയോ? നസ്രിയയും റിമയും. നസ്രിയൊക്കെ ഇപ്പോ
യെസ്, ഈ സിനിമയില എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏതായിരുന്നു ഇപ്പോ നമ്മുടെ സൂക്ഷ്മദർശിനി അല്ലെ? യെസ്. അപ്പൊ മികച്ച നടി നസ്രിയയും റിമയും ഉണ്ട് എന്ന് നോട്ട് ചെയ്തു വെക്കാം. റിമയും ഏതൊരു സിനിമയിൽ ഉണ്ടായിരുന്നല്ലോ? കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ചലച്ചിത്ര രത്നം പുരസ്കാരം കിട്ടിയത് വിജയകൃഷ്ണൻ. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് കിട്ടിയത് ജഗദീഷിന്. ഓക്കെ, ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് ജഗദീഷിനാണ് കിട്ടിയത്. മികച്ച പിന്നണി ഗായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധു ബാലകൃഷ്ണൻ. മികച്ച പിന്നണി ഗായിക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കം വിജയലക്ഷ്മി എന്ന പോയിന്റും അവിടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആ കൂട്ടത്തിൽ എല്ലാം ഒന്ന് നോക്കിപ്പോയാൽ നന്നായിരിക്കും. സെറ്റല്ലേ? ഓക്കെ. ഇനി 11ാമത്തെ ചോദ്യം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 മെയ് 2-ാം തീയതിയാണ് കേട്ടോ. 2025 മെയ് 2-ാം തീയതിയാണ് എന്ന് നോട്ട് ചെയ്തു. 2025 മെയ് 2-ാം തീയതി കേട്ടോ. അതെന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പഠിച്ചു വെക്കണേ. ഇനി പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ച പാണ്ഡുരംഗ ഹെഗ്ഡെ. ഓക്കെ, ഹെഗ്ഡെ ഏത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെ ഏത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ച പാണ്ഡുരംഗ ഹെഗ്ഡെ ഏത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് എന്ന് നോട്ട് ചെയ്തു നോക്കാം അല്ലെ? ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ നിലവിൽ വന്നത് എവിടെയാണ്? എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ നിലവിൽ വന്നതെന്ന് പഠിച്ചു വെക്കാം. അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അംഗപരിമിതർക്ക് 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് നിരാമയ കേട്ടോ. നിരാമയ. യെസ്, അത് PSC ചോദിച്ച ചോദ്യം കൂടിയാണ്. നിരാമയ. 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഏതാണ്? ആരോഗ്യ കിരണം എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ആരോഗ്യ കിരണം എല്ലാവർക്കും അറിയാം. ഓക്കെ. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. സ്നേഹപൂർവം എന്ന് നോട്ട് ചെയ്തു കേട്ടോ. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹപൂർവ്വം. അതൊക്കെ കിട്ടുന്നില്ലേ? മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പദ്ധതികൾ ചോദിക്കാറുണ്ട്. ഇന്നലെ ഓരോ പദ്ധതികളുടെ ക്ലാസ് മാത്രമായിട്ട് എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പദ്ധതികൾ സെലക്റ്റീവ് ആയിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടാണ് 3-4 ക്ലാസ്സുകൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താലോലം എന്ന് നോട്ട് ചെയ്തു കേട്ടോ. താലോലം പദ്ധതി എന്ന് നോട്ട് ചെയ്തു. കേരളം മുഴുവൻ ജൈവ കൃഷി വ്യാപിപ്പിക്കാൻ കുടുംബശ്രീ മുഖേന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം മുഴുവൻ ജൈവ കൃഷി വ്യാപിപ്പിക്കാൻ കുടുംബശ്രീ മുഖേന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊലിവ് കേട്ടോ. പദ്ധതിയുടെ പേര് പൊലിവ് എന്ന് നോട്ട് ചെയ്ത് നോക്കണേ. അടുത്ത ചോദ്യം. അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സർക്കാർ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സർക്കാർ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓപ്ഷൻസ് ഇതൊക്കെയാണ്. വനമംഗല്യം, വനദീപ്തി, വനപ്രഭ, വനധാര എന്നാണ് ആൻസർ. വനദീപ്തിയാണ് അല്ലെ, വനദീപ്തി. അടുത്ത ചോദ്യം, ലൈംഗിക അതിക്രമങ്ങൾ, ഗാർഹിക പീഡനം, വിവേചനം, ശാരീരിക അതിക്രമങ്ങൾ, മാനസിക പീഡനം എന്നിവ നേരിടുന്ന ട്രാൻസ്ജെൻഡറുകൾക്ക് കൈത്താങ്ങാവാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് അബളിടം, തണലിടം, നിരാമയം, ആശ്രയം. ഏതാണ് ആൻസർ? നിരാമയം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തണലിടം എന്നുള്ളതാണ് ചോദ്യത്തിന് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വിലയിരുത്തുക. വിഴിഞ്ഞം കരാർ ഒപ്പുവെച്ചത് 2015 ഓഗസ്റ്റ് 17-ന്. വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ട് 2015 ഡിസംബർ 5-ാം തീയതി. ക്രെയിനുകളുമായി ആദ്യ കപ്പൽ എത്തിയത് 2023 ഒക്ടോബർ 15-ന്. വിഴിഞ്ഞം കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 28-ന്. 21ാമത്തെ ചോദ്യമാണ്. ഒന്ന് ആലോചിച്ച് വായിച്ചിട്ടൊന്ന് ഉത്തരം പറഞ്ഞേടാ. ഒന്ന് ആലോചിച്ച് വായിച്ചിട്ടൊന്ന് ഉത്തരം പറഞ്ഞേ. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണോ? എല്ലാം ശരിയല്ലേ? മൂന്നാമത്തേൽ എന്താ തെറ്റ്? ക്രെയിനുകളുമായി ആദ്യ കപ്പൽ എത്തിയത് 2023 ഒക്ടോബർ 15 തന്നെയാണല്ലോ. ക്രെയിനുകളുമായിട്ട് ആദ്യ കപ്പൽ എത്തിയതാണ് കേട്ടോ. ഇവിടെ എല്ലാം ശരി തന്നെയാണ്. പിന്നെ വിഴിഞ്ഞം കരാർ ഒപ്പുവെച്ചത് 2015 ഓഗസ്റ്റ് 17-ന്. വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് 15 ഡിസംബർ 5-ാം തീയതി. ക്രെയിനുകളുമായി ആദ്യ കപ്പൽ എത്തിയത് 2023 ഒക്ടോബർ 15-നാണ് എന്നുള്ളതെല്ലാം ശരി തന്നെയാണ് കേട്ടോ. ഇനി മലേഷ്യയിലെ ക്വാലാലംപൂരിൽ വെച്ച് നടന്ന ICC അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ പങ്കെടുത്ത മലയാളി താരം ആരാണ്? 2024 മലേഷ്യയിലെ ക്വാലാലംപൂരിൽ ICC അണ്ടർ-19 വനിതാ ലോകകപ്പ് നടന്നു, 2020 ലോകകപ്പ് നടന്നു. അതിൽ പങ്കെടുത്ത മലയാളി താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 മലേഷ്യയിലെ ക്വാലാലംപൂരിൽ വെച്ച് നടന്ന ICC അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ പങ്കെടുത്ത മലയാളി താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VJ ജോഷിത എന്ന് നോട്ട് ചെയ്തു കേട്ടോ. VJ ജോഷിത ആരാണ്? VJ ജോഷിത എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഇനി സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും അവരുടെ കഴിവുകളെ കായികപരമായും കലാപരമായും പരിപോഷിപ്പിക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും പിള്ളേർക്ക് അല്ലേ, അത് ഉദ്ദേശിച്ചുകൊണ്ട് വിമുക്തി മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലഹരി ഒഴിവാക്കുക, അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക, പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാടാ? ഏതാണ്? ഉണർവ് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് കേട്ടോ. ഉണർവ്. അടുത്ത, മയക്കുമരുന്ന് പരിശോധനകൾ ശക്തമാക്കുന്നതിനായിട്ട് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന പരിശോധനയുടെ പേരെന്താണ്? മയക്കുമരുന്ന് പരിശോധനകൾ ശക്തമാക്കുന്നതിനായിട്ട് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന പരിശോധനയുടെ പേരെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ കമന്റ് ബോക്സിൽ ഒരു ഹായ് പറഞ്ഞേ നോക്കട്ടെ, എത്ര പേരുണ്ട് നോക്കട്ടെ. ഇനി മറ്റേത് പരീക്ഷയ്ക്കാണ് ഈ വർഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ? ടോട്ടൽ നമ്മള് ഓഡിയൻസിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഡിഗ്രി പ്രിലിംസ് ഉണ്ട്. ഇനി പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ തുടരും. അടുത്ത ആഴ്ചയിലും നമുക്ക് എന്താണ്, നമുക്ക് പ്രിലിംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളായിരിക്കും അടുത്ത ആഴ്ചയിൽ നമ്മൾ ചെയ്യുക. കാരണം പ്രിലിംസിന് ഇനിയും ഫേസുകൾ ഉണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ധാരണ എനിക്കില്ല. കാരണം ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് അടുത്ത കൊല്ലാണ് നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഉണ്ടാവും അല്ലെ. ബീറ്റ് ഫോറസ്റ്റിനുള്ള ആളുകൾക്ക് മാത്രമേ ഈ വർഷം പരീക്ഷ ഉള്ളതായിട്ട് ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും കുറച്ചു പേരൊക്കെ എഴുതുന്ന പരീക്ഷ ഉണ്ടെങ്കിൽ, ശ്രദ്ധയിൽപ്പെടാത്ത പരീക്ഷ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഡിസംബർ 23-ന് പരീക്ഷ എഴുതുന്ന ടൈപ്പിസ്റ്റുകാരും ചിലപ്പോൾ ഉണ്ടാവും അല്ലെ. LDC, VFA, കമ്പനി ബോർഡ്, LGS ഇതൊക്കെ അടുത്ത കൊല്ലാണ് നടക്കുക കേട്ടോ. ഈ കൊല്ലല്ല, അടുത്ത കൊല്ലത്തെ പരീക്ഷകളാണ്, ലോങ് ടേം ആണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഓക്കെ, അതൊക്കെ അടുത്ത കൊല്ലാണ് ഞാൻ പറഞ്ഞത്. ഇക്കൊല്ലത്തെ പരീക്ഷകൾ ഇനിയൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, പിന്നെ നെക്സ്റ്റ് ഇയറിനേക്ക് വേണ്ടി കൂടി എന്ത് ചെയ്യാ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ,
അപ്പൊ മയക്കുമരുന്ന് പരിശോധനകൾ ശക്തമാക്കുന്നതിനായിട്ട് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന പരിശോധന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. 2024 ഫിഫ ദ ബെസ്റ്റ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം. ഹു വൺ ദ ഫിഫ ബെസ്റ്റ് അവാർഡ് ഫോർ ദി ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ. വനിതാ താരത്തിനുള്ള പുരസ്കാരം ആരാണ് സ്വന്തമാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ഫിഫ ദി ബെസ്റ്റ് മികച്ച വനിതാ താരത്തിനുള്ള ഫീമെയിൽ പ്ലെയറിനുള്ള പുരസ്കാരം ആരാ സ്വന്തമാക്കിയത്? കുറച്ച് കാലമായിട്ട് ഇയാളുടെ കാലമാണ് അല്ലെ. ആരാണ്? ഐറ്റാന ബോൺമാറ്റി. ഐറ്റാന ബോൺമാറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെയിന്റെ താരമാണ് അല്ലെ. 2024 ഫിഫ ദി ബെസ്റ്റ് മികച്ച വനിതാ താരം എന്ന താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമാറ്റിയാണ്. സ്പാനിഷ് ക്ലബായ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നു. സ്പെയിൻ അന്താരാഷ്ട്ര പ്ലെയറും ആണ്. ഐറ്റാന ബോൺമാറ്റിക്ക് 23, 24, 25 ബാലൻ ഡിയോറും 24 ലോറൻസ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു പോയിട്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ഐറ്റാന ബോൺമാറ്റി. തുടർച്ചയായി 3-ാം തവണയാണ് ഐറ്റാന ബോൺമാറ്റിക്ക് ബാലൻ ഡിയോർ ഫെമിനിൻ പുരസ്കാരത്തിന് അർഹയാകുന്നത്. ഇതിഹാസ താരങ്ങളായ ലയണൽ മെസ്സിക്ക് ഇതുപോലെ 2009, 2010, 2011 കിട്ടിയിട്ടുണ്ട്. മിഷേൽ പ്ലാറ്റിനി 1983, 84, 85 എന്നിവർക്ക് ശേഷം 3 തവണ തുടർച്ചയായി ബാലൻ ഡിയോർ പുരസ്കാരം നേടുന്ന ഫുട്ബോൾ താരമാണ് ഐറ്റാന ബോൺമാറ്റി. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വനിതാ താരം കൂടിയാണ്. കാരണം രണ്ടുപേരേ ഉള്ളൂ. ഈ പറയുന്ന മെസ്സിയും മിഷേൽ പ്ലാറ്റിനിയും പുരുഷ താരങ്ങളാണ്. ആദ്യത്തെ വനിതാ താരമാണ്. അടുപ്പിച്ച് 3 പ്രാവശ്യം നമ്മുടെ ബാലൻ ഡിയോർ കിട്ടുന്നത് ഐറ്റാന ബോൺമാറ്റി കേട്ടോ. സ്പാനിഷ് താരം സ്പാനിഷ് ക്ലബായ ബാഴ്സലോണയുടെ മിഡ്ഫീൽഡർ ആണ്. ഫോർവേഡ് എന്നല്ല, മിഡ്ഫീൽഡർ ആണ് കേട്ടോ ഐറ്റാന ബോൺമാറ്റി. കിട്ടിയില്ലേ? യെസ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ബാലൻ ഡിയോർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്ക്. 26-ാമത്തെ ചോദ്യം ഐ തിങ്ക്. യെസ്, 1 മുതൽ 4 വരെ ശരിയാണ്. നിങ്ങളെ തെറ്റിച്ചിട്ടില്ല. എല്ലാം ഇവിടെ ശരി തന്നെയാണ് കേട്ടോ. 2024 മികച്ച ഫുട്ബോൾ താരത്തിലുള്ള ബാലൻ ഡിയോർ പുരസ്കാരം നേടിയത് റോഡ്രിയാണ് 24. 24-ലും 25-ലും മികച്ച യുവതാരം നേടിയത് ലമിൻ യമാൽ ആണ്. സ്പെയിന്റെ തന്നെ താരമായ ലമിൻ യമാൽ ആണെന്ന് നോട്ട് ചെയ്തു വെക്കാം. ബാലൻ ഡിയോർ പുരസ്കാരം നൽകുന്നത് ഫ്രഞ്ച് മാഗസിനായ ഫ്രാൻസ് ഫുട്ബോൾ ആണ്. 25-ലെ മികച്ച ഫുട്ബോളർക്കുള്ള ബാലൻ ഡിയോർ പുരസ്കാരം നേടിയത് ഉസ്മാൻ ഡെംബേലെയാണ് എന്നും നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ബാലൻ ഡിയോറുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അത് കിട്ടും. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രമേഹമോ ഉണ്ട് അല്ലെ? ടൈപ്പ് 1 അതിനുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി അല്ലെ. ടൈപ്പ് 1 പ്രമേഹമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പ്രമേഹ രോഗം, അതിനുള്ള ചികിത്സാ പദ്ധതിയാണ് മിഠായി. ഗഗൻയാൻ യാത്രികരെ പിന്തുണയ്ക്കുന്നതിനും ജോലികൾക്ക് സഹായിക്കുന്നതിനുമായിട്ട് VSSC വിക്രം സാരാഭായി സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ്? മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഗഗൻയാൻ അല്ലെ. അതിൽ യാത്രികരെ പിന്തുണയ്ക്കുന്നതിനും ജോലികൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുമായിട്ട് VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താടാ? എന്താ? സഖി എന്നുള്ളതാണ് ആപ്ലിക്കേഷന്റെ പേര്. എന്താണ്? സഖി കേട്ടോ, സഖി. ഇനി ഗഗൻയാൻ ദൗത്യത്തിലെ യാത്രികരെ സഹായിക്കാനായിട്ട് സഖി എന്ന ആപ്ലിക്കേഷന്റെ പൂർണ്ണരൂപം, സഖി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു ഇപ്പോ. അതിന്റെ പൂർണ്ണരൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗഗൻയാൻ ദൗത്യത്തിലെ യാത്രികരെ സഹായിക്കാനായിട്ട് സഖി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ പൂർണ്ണരൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്പേസ് ബോൺ അസിസ്റ്റഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്നുള്ളതാണ് കേട്ടോ. സ്പേസ് ബോൺ അസിസ്റ്റഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്നുള്ളതാണ് ഗഗൻയാൻ ദൗത്യത്തിലെ യാത്രികരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനായ സഖി ആപ്ലിക്കേഷന്റെ പൂർണ്ണരൂപം. 30-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലെങ്കിൽ തെറ്റ് ഏതെല്ലാം? ഒന്ന് വായിച്ചു നോക്കി ഉത്തരം പറഞ്ഞേ. 30-ാമത്തെ ചോദ്യമാണ്. ക്ലാസ്സിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടട്ടെ. ഓക്കെ, ഇതിലേതാ ശരി? ഇതിലുമെല്ലാം ശരിയാണ്. എന്താ തെറ്റിക്കാത്തത് അല്ലെ? യെസ്. പക്ഷെ നമ്മൾ വിചാരിക്കും ഏതെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ അറിയാത്ത ചോദ്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കും. പക്ഷെ ഇവിടെ എല്ലാം ശരിയാണ് കേട്ടോ. ഇവിടെ എല്ലാ ചോദ്യങ്ങളും എല്ലാ സ്റ്റേറ്റ്മെന്റും അവിടെ ശരിയാണ്. 96-ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഓപ്പൺഹൈമറിന് 7 പുരസ്കാരം നേടി.
2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ഇന്ത്യൻ സംവിധായികയാണ് പായൽ കപാടിയ. 24 സമാധാന നോബൽ പുരസ്കാരം അണുബോംബ് അതിജീവിച്ചവരുടെ ഒരു സംഘടനയ്ക്കാണ് ലഭിച്ചത്. 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രം അനോറയാണ് എന്നുകൂടി നോട്ട് ചെയ്ത് വെക്കാം. നല്ല സിമ്പിളും അല്ല എന്നാൽ നല്ല ടൈറ്റും അല്ല, ആ ലെവലിലാണ് പിടിച്ചിട്ടുള്ളത്. മാക്സിമം ആ ലെവലിലൊക്കെ തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. പിന്നെ ബേസിക് ആയിട്ടുള്ള ഈ നിയമനങ്ങൾ, അവാർഡുകൾ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ തന്നെ എടുത്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് കുറച്ച് റിവിഷൻ ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. എത്ര മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്തു? ഓക്കെ, 20 പ്ലസ് ഒക്കെ സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. 24 അർജുന പുരസ്കാരം നേടിയ മലയാളി നീന്തൽ താരം ആരാന്നറിയാമോ? Who is the Malayali swimmer who received the Arjuna Award in 2024? 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം. നീന്തൽ താരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആരാ? സജൻ പ്രകാശിനെയാണ് അല്ലെ? സജൻ പ്രകാശ്. UPSCയുടെ പുതിയ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UPSCയുടെ അധ്യക്ഷൻ ആരാണ്? നമ്മളെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ബാച്ച് കഴിഞ്ഞ കൊല്ലത്തെ അല്ലെങ്കിൽ ഈ കൊല്ലം ആദ്യത്തിലാണ്, കഴിഞ്ഞ കൊല്ലാണ് നമ്മൾ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഏത് ഈ പ്രിലിംസ് അല്ല, കഴിഞ്ഞ പ്രിലിംസിന് കേട്ടോ. അവർക്ക് പിന്നെ ഒരു ഫ്ലോയ്ക്ക് ഈ ഒരു പ്രിലിംസിനുള്ള ക്ലാസ്സുകൾ കൂടി നമ്മൾ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 30-ാം തീയതിയോട് കൂടിയിട്ട് കറണ്ട് അഫയേഴ്സ് പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറയുന്ന ബാച്ചിലെ ക്ലാസ്സുകളെ അവസാനിക്കും കേട്ടോ. അത് കഴിഞ്ഞ പ്രിലിംസിന് വേണ്ടിയിട്ടാണ്, അത് ഓർമ്മയില്ലാതെ ഈ പ്രിലിംസിനും കൂടെ ഉള്ള ക്ലാസ്സുകളായിട്ട് ലൈവായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ ബാച്ചിലെ ഈ ആഴ്ചത്തോട് കൂടിയിട്ട് ക്ലാസ്സുകൾ അവസാനിക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം ബാച്ച് ഉണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ ഈ വർഷത്തെ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒപ്പം ബാച്ചിലെ ക്ലാസ്സുകളും ഈ 30-ാം തീയതിയോട് കൂടിയിട്ട് അവസാനിക്കും. കാരണം നിങ്ങൾക്ക് 2025-ലെ 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളായിരുന്നു. അത് ഏകദേശം എല്ലാം ഈ ഒരു പരീക്ഷയോട് കൂടിയിട്ട് കഴിയുന്നുണ്ടാവും. അപ്പൊ അതിലെ ക്ലാസ്സുകളും അവസാനിക്കും. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും മറ്റു ക്ലാസ്സുകളും ഒക്കെ അവസാനിക്കും. എല്ലാം നിങ്ങളെ ആപ്പില് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങളുടെ വാലിഡിറ്റി തീരുന്നത് വരെ നിങ്ങൾക്ക് അതിന് ആക്സസ് ഉണ്ടാവുകയെ. പിന്നെ 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 ബാക്കിയൊക്കെ ഇനി ലോങ് ടേം ബാച്ചുകളാണ്. നവംബർ 1 മുതൽ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സ് പഠനം തുടരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത വർഷത്തെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. 1-ാം തീയതി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ മാത്രം ബാച്ച് കൊണ്ട് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന വിശദമായ കോഴ്സുകളും നമുക്കുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ UPSCയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജയ് കുമാർ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. അജയ് കുമാർ. ഓക്കെ, ആർക്കെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകാം. നിലവിൽ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? സഞ്ജയ് മൂർത്തിയാണ്. ആരാണ്? സഞ്ജയ് മൂർത്തിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് ചോദിച്ചു. സെബിയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെ, സെബി. സെബിയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെബിയുടെ ഇപ്പോഴത്തെ മേധാവി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശ്രീ തുഹിൻ കാന്ത പാണ്ഡെ എന്ന് നോട്ട് ചെയ്തു നോക്കാം. ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ എന്ന് നോട്ട് ചെയ്തു നോക്കാം. ഇനി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ നീതി ആയോഗ് മാത്രമായിട്ട് വിശദമായിട്ട് പഠിച്ചായിരുന്നു അല്ലെ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BVR സുബ്രഹ്മണ്യം എന്ന് നോട്ട് ചെയ്ത് നോക്കാം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BVR സുബ്രഹ്മണ്യം എന്ന് നോട്ട് ചെയ്ത് നോക്കാം. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി പഠിച്ചാണ് അല്ലെ. സുമൻ കെ ബേരി എന്ന് നമ്മൾ പഠിച്ചു വെച്ചതാണ്. അടുത്തത് 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് 2025 മ്യൂസിക് ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ ഏത് ചിത്രമാണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിലിയ പെരസ് അല്ലെ, എമിലിയ പെരസ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന ശേഷം തകർന്ന AI-171 വിമാനത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരൻ ആരാണ്? ഓർക്കാൻ വയ്യ അല്ലെ.
ആ ഒരു അപകടത്തിന്റെ ഞെട്ടൽ. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ആരാണത്? യെസ്, ഓക്കെ, വിശ്വാസ് കുമാർ രമേശ് എന്ന് നോട്ട് ചെയ്തു വെക്കാം അല്ലെ. വിശ്വാസ് കുമാർ രമേശ് നമ്മൾ പഠിച്ചതാണ്. അഹമ്മദാബാദ് വിമാന അപകടത്തിന് പിന്നാലെ എയർ ഇന്ത്യ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച വിമാന നമ്പർ ഏതാണ്? നിലവിൽ ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ പുതിയ നമ്പർ ഏതായിരിക്കും? രണ്ടും പറയാം. ഒരു നമ്പർ മാറ്റിയിട്ട് വലിയ കാര്യമുണ്ടോ അല്ലെ? ഒരു നമ്പറെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, മറ്റൊരു നമ്പർ കൊടുത്തു. ഏത് നമ്പർ ഉപേക്ഷിച്ചു? യെസ്, അതിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. അത് കിട്ടിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താം. പറഞ്ഞല്ലേ 171. യെസ്, പുതിയ പേര് AI-159 എന്നുള്ളതാണ് അല്ലെ. യെസ്, ഓക്കെ, അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2025 നടക്കുന്ന 18ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എവിടെയാണ്? 2025 നടക്കുന്ന 18ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എവിടെയാണ്? പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭുവനേശ്വർ, ഒഡീഷ. കേട്ടോ, അതാണ് ഭുവനേശ്വർ, ഒഡീഷ. 2025 നടക്കുന്ന 18ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? പറഞ്ഞേ. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയോ ഡി ജനീറോ, ബ്രസീൽ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. അടുത്ത 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അടുത്ത കൊല്ലത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 നടക്കാൻ പോകുന്നത്. അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്, കാരണം അത് ഇന്ത്യയിലാണ് കേട്ടോ. യെസ്, ഇന്ത്യയിലാണ് എന്ന് നോട്ട് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം, 2025 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 25 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2025 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിലാണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ദക്ഷിണാഫ്രിക്കയിലാണ് G20 ഉച്ചകോടിയുടെ വേദി. നാറ്റോയിലെ 32ാമത് അംഗരാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാറ്റോയിലെ 32ാമത് അംഗരാജ്യം ഏതാണ്? ഫയർമാൻ പരീക്ഷ ചോദിച്ച ചോദ്യമാണ്. സ്വീഡനാണ് 32ാമത് അംഗരാജ്യം കേട്ടോ. ഓക്കെ, 2025 നടക്കുന്ന COP30 സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? 2025 നടക്കുന്ന COP30 സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? 25 നടക്കുന്ന COP30 സമ്മേളനത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലേം, ബ്രസീലിലെ ബലേമിലാണ് എന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ബ്രസീലിലെ ബലേം എന്ന് നോട്ട് ചെയ്തോ. ഓക്കെ, ബ്രസീലിലെ ബലേം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ കാര്യം കൂടി നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ചെയ്തു വരികയാണ്. നമ്മുടെ ജനറൽ ബാച്ച് കൂടെ 1, കൂടെ 2, കൂടെ 3 മൂന്നാമത്തെ ബാച്ചിലേക്കാണ് ഇപ്പൊ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അതിൽ ഇൻട്രഡക്ഷൻ ക്ലാസ്സുകൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ജനറൽ ബാച്ച് അടുത്ത വർഷത്തെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ജനറൽ ബാച്ചിലുള്ള ക്ലാസ്സുകളെ നമ്മൾ ഇന്ന് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ ബാച്ചുകളിലും പിന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ നമ്മുടെ ഒരു ബാച്ച് ഉണ്ട്. ഇതിലൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് PDF മെറ്റീരിയൽസും അഡീഷണൽ പോളുകളും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടി കുറച്ച് ഹൈ എൻഡ് മെറ്റീരിയൽസ് എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പിന്നെ ക്ലാസ്സുകളെ നിങ്ങൾക്ക് പിന്നെ കൂടെ ബാച്ചുകളിൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഓക്കെ, ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടാവും, അതിലൊരു മെന്റർ കൂടി ഉണ്ടാവും. ആ മെന്റർ നിങ്ങളെ പിന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസും നിങ്ങളെ പഠിക്കുന്ന സമയത്തുള്ള ഡൗട്ടുകളെ ക്ലിയർ ചെയ്യാനും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു പുതിയ ബാച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ഇന്ന് തരുന്നതാണ് നമ്മുടെ പെയ്ഡ് ബാച്ചിൽ കേട്ടോ. അർജുൻ LP-UPക്ക് വേണ്ടിയിട്ട് അക്ഷയ് എന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയാ നമ്മുടെ സാറുമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റർ കൂടിയാണ്. സാറെ LP-UP ഗ്രൂപ്പില് ഓൾറെഡി അവൈലബിൾ ആണ്. യെസ്, നിങ്ങൾക്ക് എന്ത് സംശയം എപ്പോ വേണമെങ്കിലും ചോദിക്കാം. സാറെ അവിടെ ആക്റ്റീവ് ആയിട്ട് തന്നെ മെസ്സേജ് ചെയ്തിരുന്നു. നവംബർ 1-ാം തീയതി മുതൽ ഫുൾ ടൈം ആയിട്ട് സാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 25 നടക്കുന്ന 51ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? യെസ്,
നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് പലർക്കും നമ്മൾ പേഴ്സണൽ മെന്റർഷിപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ എന്താണ് പല ആപ്പുകളിലും 10,000 രൂപ അല്ലെങ്കിൽ അതിലേക്ക് മുകളിൽ അല്ലെങ്കിൽ ഒരു 5,000 6,000 രൂപയ്ക്കൊക്കെ മെന്റർഷിപ്പ് കൊടുക്കുന്നത് നമ്മളെ വളരെ ചെറിയ ഫീസിനാണ് ഈ പറയുന്ന മെന്റർഷിപ്പ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നമ്മള് വരുന്ന കുട്ടികളെ മാക്സിമം ട്രീറ്റ് ചെയ്ത് റിസൾട്ട് വേണമെന്ന അതിയായ ശക്തമായ ആഗ്രഹവും അതിശക്തമായ ക്ലാസ്സുകളും കൊടുത്ത് നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ്. കുറച്ച് പിള്ളേരെ ഉണ്ടാവുള്ളൂ എല്ലാ ബാച്ചിലും. എന്താ പറയാ 10,000 കണക്കിന് പിള്ളേര് നമുക്കില്ല, കുറച്ച് പിള്ളേരെ ഉണ്ടാവുള്ളൂ. വരുന്ന കുട്ടികൾക്ക് നമ്മൾ കൃത്യമായ അറ്റൻഷൻ കൊടുത്ത് അവരെ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പൊ 2025 നടക്കുന്ന 51ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡ എന്ന് നോട്ട് ചെയ്തു വെക്കാം. 2025 G7 ലീഡേഴ്സ് സമ്മിറ്റ് വിൽ ബി ഹെൽഡ് ഇൻ എന്താണ് കനാനാസ്കിസ് അൽബർട്ട ഫ്രം ജൂണിലാണ് നടക്കുന്നത്. ഒന്നും വേണ്ട, കാനഡയിലാണ് എന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം 2025 ലോക പുസ്തക തലസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ലോക പുസ്തക തലസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ലോക പുസ്തക തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയോ ഡി ജനീറോ എന്ന് പഠിച്ചു വെക്കാം. ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇനി ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം 2024 അർഹനായ ജോൺ ജെ ഹോഫീൽഡും ജെഫ്രി ഹിൻഡനും ഏത് കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്? ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം 2024 അർഹരായ ജോൺ ജെ ഹോഫീൽഡും ജെഫ്രി ഹിൻഡനും ഏത് പുരസ്കാരമാണ്, ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് പുരസ്കാരം കിട്ടിയത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്നതിനാണ് അവർക്ക് ഈ പറയുന്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 50ാമത് ചോദ്യം 2024 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയ വിക്ടർ ആംബ്രോസും ഗാരി റൌക്കിനും കണ്ടെത്തിയ മൈക്രോ RNA ഓക്കെ യെസ് അതിന്റെ പ്രധാന പങ്ക് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ടൈപ്പിസ്റ്റ് ബാച്ചുകളിൽ ഈ പറയുന്ന പോലെ പേഴ്സണൽ മെന്റർഷിപ്പ് നമ്മൾ ചിലപ്പോൾ കൊണ്ടുവരും. കാരണം കഴിഞ്ഞ ദിവസം നമുക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു അല്ലെ. യെസ് 89 മാർക്ക് 90 മാർക്ക് കിട്ടിയ ആളുകൾ വരെ നമ്മുടെ ബാച്ചിലുണ്ട്. വളരെ പോസിറ്റീവ് ആയിരുന്നു പരീക്ഷ. നിങ്ങൾ എല്ലാവരും ടൈപ്പിസ്റ്റ് ബാച്ചുകൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പുതിയൊരു ബാച്ച് അനൗൺസ് ചെയ്തപ്പോൾ വന്ന മെസ്സേജുകൾ ഇതുവരെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. യെസ് അത്രയധികം ആളുകൾ അതിലേക്ക് വരുന്നുണ്ട്. നിലവിൽ നമ്മുടെ 26 പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയും പേർക്ക് നമുക്ക് മെന്റർഷിപ്പ് കൊടുക്കാൻ, പേഴ്സണൽ മെന്റർഷിപ്പ് കൊടുക്കാൻ ഇപ്പോഴത്തെ ഒരു റിസോഴ്സ് പ്രകാരം പോസിബിൾ അല്ല. അപ്പൊ നമ്മളെ മെന്റേഴ്സിനെ ഹയർ ചെയ്ത് മെന്റേഴ്സിനെ ആഡ് ചെയ്തിട്ട് നിങ്ങളെ മെന്റർഷിപ്പ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, സ്പെഷ്യൽ കെയർ ആവശ്യമുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ബാച്ചിലല്ല, അതൊരു എക്സ്ട്രാ റിസോഴ്സ് നമ്മളെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു ചെറിയ എക്സ്ട്രാ ഫീസും കൂടെ വെച്ചിട്ടായിരിക്കും അങ്ങനെയുള്ളത്. ആർക്കും നിർബന്ധമില്ല. നമ്മളിപ്പോ ചെയ്യുന്ന പോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ ചിലർക്ക് എന്താ പറയാ ഒരാൾ പിന്നീട് കുത്താൻ വേണം എന്നുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ, ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു മെന്റർഷിപ്പ് പരിപാടികൾ നമ്മൾ ചെയ്യുന്നത്. ജനറൽ ബാച്ചിൽ നമ്മൾ ആർക്കും അങ്ങനെ എന്താ പറയാ പിന്നെ നിർബന്ധമായി നമ്മൾ അത്രയും ചെറിയ ഫീസാ വാങ്ങുന്നത്. അതിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ കെയർ എന്നുള്ളത് നമ്മൾ അത് ഓഫർ ചെയ്തിട്ടില്ല. എങ്കിലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് യെസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. 50ാമത്തെ ചോദ്യം. കുറച്ച് ചോദ്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. 2024 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹരായ ഡേവിഡ് ബേക്കർ, ഹെമിസ് അസാബിസ്, ജോൺ എ ജംബർ എന്നിവരുടെ പ്രധാന കണ്ടുപിടുത്തം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ എന്നിവരുടെ പ്രധാന കണ്ടുപിടുത്തം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാനുള്ള AI മോഡലുകൾ വികസിപ്പിച്ചതിനാണ് യെസ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഓക്കെ യെസ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 2024 കേരളശ്രീ പുരസ്കാരം നേടിയ സ്പോർട്സ് വിഭാഗത്തിൽ കേരളശ്രീ പുരസ്കാരം നേടിയത് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 കേരളശ്രീ പുരസ്കാരം 2024 കേരളശ്രീ പുരസ്കാരം സ്പോർട്സ് വിഭാഗത്തിൽ ആരാണ് നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ആണ് നേടിയത് എന്നുള്ളത് നോട്ട് ചെയ്തു കേട്ടോ.
നമ്മുടെ ഒളിമ്പിക്സ് മാതൃകയിൽ പിന്നെ കേരള സ്പോർട്സ് ഇപ്പൊ മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒളിമ്പിക്സിന്റെ മാതൃകയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും സഞ്ജു സാംസൺ ആണ്. കഴിഞ്ഞ ആഴ്ചകളിൽ വന്നതാണ്. അത് ഇപ്പോഴത്തെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിന്റെ പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്തിരുന്നു. സഞ്ജു സാംസൺ ആണ് നമ്മുടെ ഒളിമ്പിക് മാതൃകയിൽ നടത്തുന്ന കേരള കായികോത്സവത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഒപ്പം തന്നെ കേരള ശ്രീ പുരസ്കാരം സ്പോർട്സ് വിഭാഗത്തിൽ 2024 നേടിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സഞ്ജു സാംസൺ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ്? അഖിൽ പി ധർമ്മജൻ. ആരാണ്? അഖിൽ പി ധർമ്മജൻ എന്നോട് ചെയ്തു വെക്കാം. 2025 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം നേടിയ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ കൃതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 കേന്ദ്ര ബാല സാഹിത്യ പുരസ്കാരം നേടിയ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ കൃതി ഏതാണ്? ഏതാ? പെൻഗിനുകളുടെ വൻകരയിൽ. ഏതാണ് കൃതി? പെൻഗിനുകളുടെ വൻകരയിൽ എന്നോട് ചെയ്തു കേട്ടോ. അടുത്ത പ്രോബാത്രി ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? 54 അല്ലെ? 54ാമത്തെ ചോദ്യമല്ലേ ഇനി? പ്രോബാത്രിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ കൊറോണയെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. ഔട്ടർ ലെയർ ആയ കൊറോണയെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് പ്രോബാത്രിയുടെ ലക്ഷ്യം എന്ന് പഠിച്ചു നോക്കാം. 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ച സിനിമ ഏതാണ്? 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ച സിനിമ ഏതാണ്? ഏതാണ് ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? എമിലിയ പെരസ് ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. 97ാമത് ഓസ്കാർ ആണ് കേട്ടോ. ഓക്കെ, അത് എമിലിയ പെരസ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചത് എമിലിയ പെരസ് എന്ന സിനിമയ്ക്കാണ്. ഈ സിനിമയ്ക്ക് 13 നോമിനേഷനുകളാണ് ലഭിച്ചത്. ഒരു ഇംഗ്ലീഷ് ഇതര ഭാഷയ്ക്ക് ഇത്രയധികം നോമിനേഷൻ ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. ജാക്വസ് ഓഡിയാഡ് എഴുതി സംവിധാനം ചെയ്ത 2024 സ്പാനിഷ് ഭാഷയിലുള്ള ഫ്രഞ്ച് മ്യൂസിക്കൽ ക്രൈം ചിത്രമാണ് എമിലിയ പെരസ് എന്നോട് ചെയ്തത് കേട്ടോ. 97ാമത് ഓസ്കാർ പുരസ്കാരം മികച്ച ചിത്രം അനോറയാണ്. 96ാമതാണെങ്കിൽ ഓപ്പൺഹൈമർ ആണ്. 97ാമത് സംവിധായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൺ ബേക്കർ ആണ്. 96ാമത് മികച്ച സംവിധായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ നോളൻ ആണ് എന്നും നോട്ട് ചെയ്ത് നോക്കാം. ഏതാണോ ചിത്രം അതിന്റെ സംവിധായകർ തന്നെയാണ് മികച്ച സംവിധായകർ കേട്ടോ. അടുത്ത 2024 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം പ്രോട്ടീൻ ഘടന പ്രവചിക്കുന്നതിനുള്ള സംഭാവനകൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ചതിന്റെ മറ്റൊരു വേർഷൻ ആണ്. സിമ്പിൾ ആയിട്ട് തന്നെ ഉത്തരം ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. യെസ്, ഡേവിഡ് ബെക്കർ, ഡെമിസ് സസാബിസ്, ജോൺ എ ജംബർ. നേരത്തെ ചോദിച്ചാൽ തിരിച്ചു ചോദിച്ചു എന്ന് മാത്രം കേട്ടോ. 25 ഹരിവരാസനം പുരസ്കാരം ആർക്കാ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കേട്ടോ. യെസ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലെങ്കിൽ തെറ്റ് ഏതെല്ലാം എന്നുള്ളതാണ്. ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കി ഒന്ന് ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിച്ചു നോക്കിയേ. പറ്റേണ്ടതാണ്, പറ്റൂലേ? കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും നടന്ന കാര്യങ്ങൾ 2024 ജനുവരി മുതൽ 25 ഇതുവരെ നമ്മൾ എടുത്തുടാ. ജൂൺ, ജൂലൈ, ഇതിപ്പോ ഏതാ മാസം? ഒക്ടോബർ അല്ലേ? സെപ്റ്റംബർ വരെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ. 2024 ജനുവരി മുതൽ 2025 സെപ്റ്റംബർ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇക്കൊല്ലത്തെ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും നമ്മൾ എടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് കുറച്ചൊരു റിവിഷൻ ക്ലാസ്സുകൾ അപ്പൊ കൊടുക്കാനുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വർഷത്തെ പരീക്ഷകൾക്ക് വേണ്ടി നവംബർ 1 മുതലേ അതികഠിനമായ പ്രയത്നം സ്റ്റാർട്ട് ചെയ്യാണ്. ഇക്കൊല്ലത്തെ പരീക്ഷകൾ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും, അത് തന്നെ കിട്ടട്ടെ. ഇനി എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പഠനം നിർത്തരുതേ. ജോലി കിട്ടുന്നത് വരെ, ആ നീല ടാഗ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യുക? പഠനം തുടരുക. യെസ്, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെയിലി രാവിലെ 7:30 ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടെ 1ഉം 3ഉം ശരിയാണ്, 2ഉം 4ഉം തെറ്റാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് തെറ്റുകള്? 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലായിരുന്നു ഏത്? ഓപ്പൺഹൈമർ. ഓക്കെ, ഇനി സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത് ലൂയിസ് കുർവോസിയർ എന്നിവർക്കാണ്
ഹോളി കൗ എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. 55ാമത് IFFI ചിത്രത്തിലെ പിന്നെ ചലച്ചിത്രമേളയിലെ ടോക്സിക് എന്ന ലിത്വാനിയൻ ചിത്രത്തിനാണ് മികച്ച ചിത്രം ഗോൾഡൻ പീകോക്ക് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 2ഉം 4ഉം അവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അതിന്റെ ശരിയായ പ്രസ്താവന ഇതാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കി ഉത്തരം പറഞ്ഞേ. 59ാമത്തെ ചോദ്യമാണ് അല്ലെ. യെസ്, ഇവിടെ എല്ലാം ശരിയാണ്. 2025 കോക്കോ ലോകകപ്പിന്റെ വേദി ന്യൂഡൽഹിയാണ്. 2025 പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് നടന്ന ഇന്ത്യയിലാണ്. ഓക്കെ, 21ാമത് എഡിഷൻ 2027 ലോക അത്ലറ്റിക് ഔട്ട്ഡോർ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് ബെയ്ജിംഗ് ചൈനയിലാണ്. 20ാമത് എഡിഷൻ 2025 ലോക അത്ലറ്റിക് ഔട്ട്ഡോർ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ടോക്കിയോ ജപ്പാൻ എന്നും നോട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എല്ലാം ശരിയാണ് കേട്ടോ. 59. ഈ 110+ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിനെ വളരെയധികം ഉപകാരപ്പെടും. അതിനു മുന്നേ നമ്മൾ ചെയ്ത മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് 90% മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ പോകുന്നത്. നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ, സാമ്പിൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. യെസ്, ഓക്കെ. ആവശ്യമുള്ള ആളുകൾക്ക് അടുത്ത വർഷത്തെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലോങ് ടേം കറണ്ട് അഫയേഴ്സിന്റെ ഡെയിലി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. രാവിലെ 7:30ക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് വരുന്നത്. ഏത് സമയത്തും റെക്കോർഡറായിട്ട് കാണാം, ഏത് സമയത്തും അതിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള സൗകര്യവും ഉണ്ട് കേട്ടോ. നാളെ എക്സാം ഉള്ള കുറച്ച് പേരുണ്ട്, ഞാൻ ചോദിച്ചിരുന്നു ആദ്യം. യെസ്, അവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളെ എക്സാം കഴിഞ്ഞ് ഇനി നിങ്ങൾ അടുത്ത വർഷത്തെ പരീക്ഷകൾക്ക് വേണ്ടി നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പക്ക ബാച്ച് ഇന്ന് ഇൻട്രഡക്ഷൻ ക്ലാസ്സോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. BFA, BEVCO LDC, കമ്പനി ബോർഡ് LGS തുടങ്ങിയ പരീക്ഷകൾ, ചെറിയ ലെവൽ പരീക്ഷകൾ അല്ലെങ്കിൽ 10th വരെയുള്ള പരീക്ഷകൾ, പിന്നെ നമ്മൾ CPO, CO, BFO, ഫയർമാൻ, പ്രിസൺ ഓഫീസർ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ +2 ലെവൽ പരീക്ഷകൾ വരുന്നുണ്ട് അടുത്ത വർഷത്തെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SPCAD പോലെയുള്ള പരീക്ഷകൾ, ഇനിയും പരീക്ഷകൾ വരാനുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അടുത്ത വർഷത്തെ പരീക്ഷകൾക്ക് എല്ലാം ചേർത്തിട്ടുള്ള ഒരു ലോങ് ടൈം ബാച്ച്. ഇതിനെല്ലാം കൂടെ നമുക്ക് ആകെ 2999 രൂപ വരുന്നുള്ളൂ. ഇതിന് ടോട്ടൽ ഫീസ്, ഓക്കെ, വിത്ത് മെന്റർഷിപ്പ്, ഗോൾഡൻ ബാച്ച്, ഡയമണ്ട് ബാച്ച് എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. അങ്ങനെ മെന്റർഷിപ്പോട് കൂടിയുള്ള ടോട്ടൽ ബാച്ച് ആണ്. നമുക്ക് 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉണ്ടാവും. എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ ഉള്ളത് അതുവരെ നിങ്ങൾക്ക് അതിനകത്ത് ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും. ഇതാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത. ഇതിൽ നിങ്ങളെ ഏതെങ്കിലും ഡിഗ്രി ലെവൽ മാത്രമാണെങ്കിൽ നമുക്ക് അതിന് 1999 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആണെങ്കിൽ അതിനനുസരിച്ച് ഫീസ് കുറയുകയും ചെയ്യും കേട്ടോ. ഡിഗ്രി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് കൂടി അവൈലബിൾ ആണ്. പിന്നെ ടൈപ്പിസ്റ്റിന്റെ അടുത്ത വർഷത്തെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ നവംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ച് രണ്ടും നമ്മൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒഫീഷ്യലി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. തിങ്കളാഴ്ച മുതൽ അതിനകത്ത് റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് നവംബർ 1-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, പിന്നെ കേട്ടറ്റിന്റെ ക്ലാസ്സുകൾ, കാറ്റഗറി 1ഉം 2ഉം ക്ലാസ്സുകളും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, നവംബർ 1-ാം തീയതി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. SCERT നിങ്ങൾക്ക് റെക്കോർഡ് ബാച്ച് ആണ്, എപ്പോ വേണമെങ്കിലും ആക്സസ് ചെയ്യാം കേട്ടോ. പുതിയ ടെക്സ്റ്റ് ബുക്ക്, മാറി വന്ന ടെക്സ്റ്റ് ബുക്ക് എല്ലാം വിശദമായി പഠിക്കുന്ന ക്ലാസ് ആണ്. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ പുതിയ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ച് ഇതാണ്. 2026 എല്ലാ പരീക്ഷയുടെയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അത് പിന്നെ 26 ഫുൾ ബാച്ച് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഡിസംബർ 23 നടക്കുന്ന ഒരു ബാച്ചിന്റെ ഒരു പരീക്ഷയുണ്ട്, ഓഫീസ് അസിസ്റ്റന്റ്. അത് ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയാണ്. അത് മാത്രമായിട്ട് എടുക്കാം. അടുത്ത വർഷത്തെ SSC പരീക്ഷകൾ, MTS, CHSL, CGL, GD ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള SSCയുടെ ബാച്ചും സ്റ്റെനോഗ്രാഫറിന് മാത്രം വേണമെങ്കിൽ അങ്ങനെ ഒരു ബാച്ചും നമുക്ക് അവൈലബിൾ ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫീസ് ഇപ്പോ 499 രൂപയ്ക്ക് ചെയ്യാം. റെക്കോർഡ് ബാച്ച് ആണ്. എക്സാം അടുത്ത് വരികയാണ്. കമ്പനി ബോർഡ് LGS നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കമ്പനി ബോർഡ് LGS നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക, വളരെ ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളെ തുടങ്ങിയിട്ടുള്ളൂ. ഇതിലും നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ട്. എങ്ങനെ പഠിക്കണം എന്നത് കൃത്യമായി ഗൈഡ് ചെയ്യാൻ വേണ്ടി മെന്റർ ഉണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ അതിൽ ഏകദേശം ഒരു മാസമായി, പക്ഷെ ക്ലാസ്സുകൾ വളരെ കുറച്ചേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ RRBയുടെ ഒക്കെ റെക്കോർഡ് ബാച്ച് അവൈലബിൾ ആണ്. നെറ്റിന്റെ ബാച്ച് റെക്കോർഡഡ് ഉണ്ട്, അതല്ലെങ്കിൽ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. LP UPയുടെ ബാച്ചിലേക്ക് നമുക്ക് ഇപ്പോഴും സ്റ്റിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്.
ഓക്കെ, ജിൻസി MK, യെസ്, ഏത് ബാച്ചിലാന്ന് പറയും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഇൻഡിവിജ്വൽ ഡൗട്ടുകൾ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 499 രൂപയുടെ ബാച്ചിൽ മെന്റർ ഉണ്ടോ? ഏത് കോഴ്സ് ആയിരുന്നു? യെസ്, ഏത് കോഴ്സിന്റെ കാര്യമായിരുന്നു ചോദിച്ചത്? 499 കറണ്ട് അഫയേഴ്സിന്റെ ബാച്ച് ആണ്. അതിന്റെ മെന്റർ ഞാൻ തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഉത്തരം പറയും കേട്ടോ. യെസ്, അതിന് മെന്റർ ഉണ്ട് നിങ്ങൾക്ക്. അതിന് മെന്റർ ഉണ്ട്. യെസ്, അതിന് എന്നെ കൂടാതെ നമ്മുടെ റിസർച്ച് ടീം കൂടി അതിന്റെ മെന്റർഷിപ്പ് ഏറ്റെടുക്കും. അത് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കും എന്ത് ഡൗട്ടാണുള്ളത് അവിടെ ചോദിച്ചോളൂ. നമുക്ക് എപ്പോഴും, അതിപ്പോ പ്രത്യേകിച്ച് മെന്റർഷിപ്പ് ഒന്നും കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ കോഴ്സുകളിലൊക്കെ ജോയിൻ, പിന്നെ ചരിത്രങ്ങളുണ്ട്, നമ്മുടെ ജോലി കിട്ടിയ ആളുകളുടെ ഡീറ്റെയിൽസ്. പിന്നെ ഇവിടെ എന്താ പറയാ, ഈ ക്ലാസ് ചിലപ്പോൾ യൂട്യൂബിലും കൂടെ പോകുന്നത് കൊണ്ട് ഞാൻ അത് ഒരുപാട് ചിത്രങ്ങൾ അവിടെ കാണിക്കാൻ നമുക്ക് പറ്റില്ല. യെസ്, ഓക്കെ. എല്ലാം റിസൾട്ടുകളും നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ കാണാനും സാധിക്കും കേട്ടോ. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത സെഷനിൽ കാണാം. ബൈ ബൈ.